ഹലോ ഗായ്സ്, എല്ലാവരും എന്നെ പറയുന്നു. ഇന്ന് ഞങ്ങൾ വീക്കെൻഡായിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. നമ്മൾ വോക്കോൺസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറിലേക്കാണ് വന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് ഈ ഫുട്ബോൾ ടൈമിലൊക്കെ ഗെയിം കാണാനും അങ്ങനെയൊക്കെ ഉള്ളൊരു പറ്റിയ റെസ്റ്റോറൻ്റാണ് കേട്ടോ. എനിവേ നമ്മൾ പുറത്തുനിന്നുള്ള കഴിപ്പൊക്കെ വളരെയധികം കുറച്ചതാണ്. എന്നാലും നമ്മളൊരു ഫുഡിനൊരു റിലാക്സേഷൻ, നമ്മുടെ ഒരു ഹാപ്പിനെസ്സാണ് പുറത്തുനിന്ന് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മോzzarella സ്റ്റിക്സാണ് ഓർഡർ ചെയ്തത്. ആക്ച്വലി ഞങ്ങളിത് ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ലാത്തൊരു സാധനമായിരുന്നു. കാരണം ചീസല്ലേ ഫുള്ളെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് അതൊന്ന് ഓർഡർ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചീസ് ബർഗർ സ്ലൈഡേഴ്സ് ആയിരുന്നു. ആക്ച്വലി വലിയ ബർഗറിനെ കഴിഞ്ഞും ഇങ്ങനത്തെ ചെറിയ ബർഗേഴ്സ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ വിങ്സ് ആയിരുന്നു. അത് ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഒരു സെറ്റും കൂടെ ഞങ്ങൾ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഒരു സെറ്റും കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. ഇതെല്ലാം ഞാൻ വളരെ സമാധാനമായി ഇരുന്ന് കഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുക്ക് ബേബി ഉറങ്ങിയിരിക്കുകയാണ്, ഇവിടെ കിടത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ സമാധാനത്തിൽ ഇരുന്ന് കാണുന്നത് കേട്ടോ. കാണുന്നതെന്ന് കഴിക്കുന്നത് കേട്ടോ. എനിവേ ഈ വോക്ക് ഓൺ റെസ്റ്റോറൻറ്റ് ഹിസ്റ്ററി ദൈവം പറയുന്നത് കാണിച്ചു തരാം കേട്ടോ. The restaurant's name is Walk-Ons. It's near us. Basically, it's two former athletes, young guys in college who were not scholarship players. They walked on. They tried out and made the team. Once they finished their college careers, they opened up a restaurant, a sports restaurant, family-friendly sports restaurant, and they called it Walk-On. Okay. Just to kind of say their history, how they made the team. They walked on and made the team. And now that's the restaurant. It was fun. We had a great time. കുക്ക് ബേബി എണീറ്റ് നോക്കിയപ്പം വീടല്ല, ഇത് വേറെ ഏതോ സ്ഥലം. പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓടാനും ചാടാനും ഒക്കെ. അങ്ങനെ അവിടെ ഓടിച്ചാടി എങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനി നമ്മളിവിടെ മെയിനായിട്ട് വന്നത് ഇവനും കൂടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ തൊട്ടടുത്ത മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം, ഇൻസൈഡ് ഗെയിം ആൻഡ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്പേസാണിത്. അപ്പോൾ ഇവനെ നമ്മളിപ്പോൾ 2-3 പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവനെ കളിക്കാൻ പറ്റുന്ന 2-3 സംഭവങ്ങളേ ഉള്ളൂ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാർഡിൽ പൈസ ഇത്ര, ഇപ്പം $70, $50, $30 കാർഡ് എടുത്തിട്ട് ഈ ഇങ്ങനെ ഓരോ ഗെയിമിൽ ഇട്ടിട്ട് കളിക്കും. അപ്പോൾ ഈ ഗെയിമിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഒക്കെ കിട്ടും കേട്ടോ. ആ പോയിൻറ്റ്സൊക്കെ നമ്മൾ എൻഡിൽ യൂസ് ചെയ്യാതെ ഞാൻ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഓരോ സംഭവങ്ങളുണ്ട്. ഒരെണ്ണത്തിന് ഇത്ര പോയിൻറ്റിന് ഇത്ര സാധനങ്ങൾ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഫുൾ പോയിൻറ്റിൻ്റെ സാധനമൊന്നും വാങ്ങിച്ചില്ല. കുറച്ചൊരു ബോളും 2-3 പ്ലേഡോയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇവിടെ നമ്മൾ നേരെ പോയത് സാംസ് ക്ലബിലേക്കാണ്. സാംസ് ക്ലബ് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെയാണ്. 2 മിനിറ്റേ ഉള്ളൂ സാംസ് ക്ലബിലേക്ക്. സാംസ് ക്ലബ് കോസ്കോ പോലെ തന്നെയാണ്. എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന ഒരു സ്റ്റോറാണ് കേട്ടോ. നമുക്ക് ചുമ്മാ ഹാങ് ഔട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. കുക്കുയ്ക്ക് കാണുമ്പോഴേ അറിയാം സാംസ് ക്ലബ് എന്ന് പറയും. അപ്പോഴേ അവന് ഞങ്ങൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. ഇന്നൊരു നല്ല റിലാക്സ്ഡ് ഡേ ആയിരിക്കും. നമ്മളിങ്ങനെ ഒന്ന് പുറത്ത് പോയി ഒന്ന് റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ഒന്നൊരു ഭയങ്കര റിഫ്രഷ്ഡ് ആവുമല്ലോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്.